അലൈക്കും. 7ാം ക്ലാസ്സിലെ പാഠഭാഗത്തിലെ മുഴുവൻ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ്. തദ്രീബാത്തല്ല, പാഠഭാഗത്തിൽ നിന്നുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളും. പാഠം 1 അത്തഹാറത്ത്. ക്ലാസ് കേൾക്കുമ്പോൾ പുസ്തകം തുറന്നു വെക്കുക. ഓരോ വരിയിലെയും ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് പറയുന്നത്. അത്തഹാറത്ത്. തഹാറത്ത് എന്നാൽ എന്ത്? തഹാറത്ത് എന്നാൽ ഭാഷാർത്ഥ പ്രകാരം മേൽന്ന വസ്തുക്കളെ തൊട്ട് വൃത്തിയാക്കലാണ്. ശരഹിയായ അർത്ഥം എന്ത്? ശരഹിയായ അർത്ഥം അശുദ്ധി കാരണമോ നജിസ് കാരണമോ വരുന്ന തടസ്സങ്ങളെ ഉയർത്തലാണ്. ശുദ്ധി എത്ര വിധമാണ്? 2 വിധം. ഏതെല്ലാം? 1. ചെറുതും വലുതുമായ അശുദ്ധിയെ ശുദ്ധിയാക്കൽ. 2. നജസുകളെ ശുദ്ധിയാക്കൽ. വുളൂ ഇല്ലാത്ത അവസ്ഥയ്ക്ക് എന്ത് പറയും? ചെറിയ അശുദ്ധി. കുളി നിർബന്ധമാവുന്ന അവസ്ഥക്ക് എന്ത് പറയും? വലിയ അശുദ്ധി. വലിയ അശുദ്ധിയുടെ കാരണങ്ങൾ ഏതെല്ലാം? ജനാബത്ത്, ഹൈള്, നിഫാസ്, വിലാദത്ത്, ഷഹീദല്ലാത്ത മുസ്ലിമിന്റെ മരണം എന്നിവയാണ്. ജനാബത്ത് എന്നാൽ എന്ത്? സംയോഗം കൊണ്ടോ മനീയ പുറപ്പെടൽ കൊണ്ടോ ഉണ്ടാകുന്ന അശുദ്ധിയാണ് ജനാബത്ത്. ചെറിയ അശുദ്ധിയുള്ളവർക്ക് എന്തെല്ലാം ഹറാമാണ്? ചെറിയ അശുദ്ധിയുള്ളവർക്ക് നിസ്കാരം, സുജൂദ്, കഅബ തവാഫ് ചെയ്യൽ, ജുമയുടെ ഹുതുബ ഓതൽ, മുസ്ഹഫോ പഠിക്കാൻ വേണ്ടി ഖുർആൻ എഴുതപ്പെടുകയോ തൊടുകയോ ചുമക്കുകയോ ചെയ്യൽ എന്നിവ ഹറാമാണ്. വകതിരിവുള്ള കുട്ടികൾക്ക് ഖുർആൻ തൊടാൻ പറ്റുമോ? വകതിരിവുള്ള കുട്ടികൾക്ക് പഠനാവശ്യത്തിനു വേണ്ടി അവ തൊടുന്നതും ചുമക്കുന്നതും തടയേണ്ടതില്ല. പക്ഷെ വകതിരിവില്ലാത്തവരെ തടയൽ നിർബന്ധമാണ്. വലിയ അശുദ്ധിയുള്ളവർക്ക് എന്തെല്ലാം ഹറാമാണ്? നിസ്കാരം, സുജൂദ്, കഅബ തവാഫ് ചെയ്യൽ, ജുമയുടെ ഹുതുബ ഓതൽ, മുസഫോ പഠിക്കാൻ വേണ്ടി ഖുർആൻ എഴുതപ്പെട്ടവയോ തൊടുകയോ ചുമക്കുകയോ ചെയ്യൽ, ഖുർആൻ ഓതലും പള്ളിയിൽ താമസിക്കലും എന്നിവയാണ് വലിയ അശുദ്ധിയുള്ളവർക്ക് ഹറാമുള്ളത്. ഹൈറോ നിഫാസോ ഉള്ളവർക്ക് ഹറാമാണ് എന്തെല്ലാം? നിസ്കാരം, സുജൂദ്, കഅബ തവാഫ് ചെയ്യൽ, ജുമയുടെ ഹുതുബ ഓതൽ, മുസ്ഹഫോ പഠിക്കാൻ വേണ്ടി ഖുർആൻ എഴുതപ്പെട്ടവയോ തൊടുകയോ ചുമക്കുകയോ ചെയ്യലും, ഖുർആൻ ഓതലും പള്ളിയിൽ താമസിക്കലും, നോമ്പും ജിമാഉം മുട്ടുപൊക്കിളിന്റെ ഇടയിൽ രമിക്കലും. അവൾ സംയോഗം ചെയ്യപ്പെട്ടവളാണെങ്കിൽ അവളെ തൊലാക്ക് ചൊല്ലലും ഹറാമാണ്. ഇതിൽ ചിലപ്പോൾ ചെറിയ അശുദ്ധി, വലിയ അശുദ്ധി, അയലോ നിഫാസും ഇവ 3 വേർതിരിച്ച് എഴുതാൻ പറയും. അപ്പൊ ശ്രദ്ധിച്ച് എഴുതണം. അയലോ നിഫാസോ ഉള്ളവർക്ക് എല്ലാം ഹറാമാണ്. ഇപ്പൊ പറഞ്ഞത് വലിയ അശുദ്ധി ഉള്ളവർക്ക് ചെറിയ അശുദ്ധിന്റെ വലിയ അശുദ്ധിന്റെ മാത്രമാണ്. ചെറിയ അശുദ്ധി ഉള്ളവർക്ക് ചെറിയ അശുദ്ധിന്റെ മാത്രമാണ്. അപ്പൊ 3ഉം പാടെ ഒരുമിച്ച് കയർത്തി എഴുതരുത്. ശ്രദ്ധിച്ച് വായിച്ച് എഴുതുക. ഇസ്തിഹാലത്ത് എന്നാൽ എന്ത്? ഹൈലിന്റെയോ നിഫാസിന്റെയോ സമയങ്ങളിൽ അല്ലാതെ രോഗം കാരണമായി സ്ത്രീകളിൽ നിന്ന് പുറപ്പെടുന്ന രക്തത്തിന് പറയുന്ന പേരാണ് ഇസ്തിഹാലത്ത്. ഇസ്തിഹാലത്ത് കാരണം നോമ്പും നിസ്കാരവും ഉപേക്ഷിക്കാൻ പറ്റുമോ? നിസ്കാരമോ നോമ്പോ ഉപേക്ഷിക്കേണ്ടതില്ല. അപ്പൊ ഇസ്തിഹാലത്തുള്ളവർക്ക് നിസ്കരിക്കുകയും വേണം, നോമ്പെടുക്കുകയും വേണം. ചെറിയ അശുദ്ധിയുടെയും വലിയ അശുദ്ധിയുടെയും ഹൈള്, നിഫാസ് എന്നിവയുടെയും ഹറാമായ കാര്യങ്ങൾ ഇസ്തിഹാലിന് ഹറാമുണ്ടോ? ഹറാമില്ല. അത് ഇസ്തിഹാലിനില്ല. മറ്റു 3 കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമുള്ള ഹറാമ്. ഏതെല്ലാം കാര്യങ്ങളിൽ വുളൂ സുന്നത്താണ്? ഖുർആൻ ഓതുക, ഹദീസ് പാരായണം ചെയ്യുക, ബാങ്ക് വിളിക്കുക, ഇഖാമത്ത് കൊടുക്കുക,
ഖബർ സിയാറത്ത് ചെയ്യുക, പള്ളിയിൽ പ്രവേശിക്കുക, ഉറങ്ങാൻ ഉദ്ദേശിക്കുക, സഅയ് ചെയ്യുക, അറഫയിൽ നിൽക്കുക, ജംറകളിൽ എറിയുക തുടങ്ങിയവയെല്ലാം വുളൂഹ് സുന്നത്താണ്. വലിയ അശുദ്ധിയുള്ളവർക്ക് വുളൂഹ് സുന്നത്തുള്ള കാര്യങ്ങൾ ഏതാണ്? കുളിക്കും മുമ്പ് ഭക്ഷണം കഴിക്കാനോ കുടിക്കാനോ ഉറങ്ങാനോ ഉദ്ദേശിച്ചാൽ വുളൂഹ് സുന്നത്താണ്. പിന്നെയും കാര്യങ്ങളുണ്ട്, ഏതെല്ലാം നമുക്ക് നോക്കാം. ജുമുഅ, പെരുന്നാൾ, ഗ്രഹണം, ഇസ്തിഖാഹ് എന്നീ നിസ്കാരങ്ങളിലും മയ്യത്ത് കുളിപ്പിച്ചവർക്കും മുസ്ലിമാവുക, ഭ്രാന്ത്, ബോധക്ഷയം എന്നിവ സുഖപ്പെടുക, മക്കയിലും മദീനയിലും പ്രവേശിക്കുക, ഹജ്ജിന്റെ അമലുകൾ ചെയ്യുക എന്നിവക്കും റമദാനിലെ എല്ലാ രാത്രികളിലും കുളിക്കൽ സുന്നത്താണ്. അപ്പൊ ഇതെല്ലാമാണ് കുളിന്റെ സുന്നത്തുള്ള കാര്യങ്ങൾ. ഇസ്തിഹാദത്ത് ഉള്ളവർ എങ്ങനെയാണ് നിസ്കരിക്കേണ്ടത്? ഇസ്തിഹാദത്ത് ഉള്ളവർ നിസ്കാര സമയം കടന്ന ശേഷം രക്തം കഴുകി കളഞ്ഞു പഞ്ഞി പോലെയുള്ളവ നിറച്ചു കെട്ടി വുളൂഹ് ചെയ്ത് ഉടനെ നിസ്കരിക്കണം. അബു ഉബൈഷിന്റെ മകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് എന്താണ് പറഞ്ഞത്? യാ റസൂലല്ലാഹ്, ഇന്നി അംറതു ഉസ്തഹാദതു ഫലാ അസ്ഹറു അഫാദഹു സ്വലാത്ത്. ഇതിന്റെ അർത്ഥം എന്താണെന്ന് നോക്കാം. എന്റെ റസൂലെ, ഞാൻ ഇസ്തിഹാദത്തുള്ള പെണ്ണാണ്, ഞാൻ നിസ്കാരം ഒഴിവാക്കട്ടെ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്താണ് അബു ഉബൈഷിന്റെ മകൾക്ക് കൊടുത്ത മറുപടി? ലാ ഇന്നമാ ദാലിക റുക്ൻ വലൈസ ബിഹൈലി ഇദാ അക്ബലത് ഹൈലതുകി ഫദ്അഹി സലാത്ത് വഇദാ അദ്ബറതും ഫഅസി അൻകദാമ സുമ്മം സല്ലി. പറ്റില്ല, രക്തം വരുന്ന സ്ഥലത്ത് തുണി വെച്ച് കെട്ടി അതിനുശേഷം നിസ്കരിക്കുക. അപ്പൊ ഇസ്തിഹാദത്തുള്ള നിസ്കാരം ഒഴിവാക്കാൻ പറ്റൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആരാണ് ഇസ്തിഹാദത്തിനെ പറ്റി ചോദിച്ചത്? അബു ഉബൈഷിന്റെ മകൾ. അബു ഉബൈഷിന്റെ മകൾ ഇസ്തിഹാദിനെ കുറിച്ച് ആരോടാണ് ചോദിച്ചത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട്. അപ്പൊ പാഠം 1 ഇത്രയും ചോദ്യോത്തരങ്ങളാണ് ഉള്ളത്. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.